BJP ഭരിക്കുമ്പോഴാണ് പത്മശ്രീ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ BJP കാരനാവണമെന്നില്ലല്ലോ. എനിക്ക് ഡയറക്റ്റ് MP സ്ഥാനം നിങ്ങൾ തന്നാൽ ഞാൻ തീർച്ചയായിട്ടും വരും. അമിത്ഷാൻ്റെ വിട്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു आप तो BJP में जॉइन करना है. ഞാൻ പറഞ്ഞു സാർ ഞാനില്ല. കരുണാകരൻ സാർ എൻ്റെ ലൈഫ് ചേഞ്ച് ആക്കി കരുണാകരൻ സാറാണ്. ഏത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും പേര് മുന്നിൽ വരുന്നതാണ് IM വിജയൻ്റേത്. ഏത് പാർട്ടിയിലും സ്ഥാനാർത്ഥിയാകാമെന്ന മോഹമായി പാർട്ടി നേതാക്കൾ സമീപിക്കും. പക്ഷേ IM വിജയൻ അത് തള്ളും. ഈ IM വിജയൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഇത്തവണ ഏതൊക്കെ പാർട്ടികൾ സമീപിച്ചു, എന്തൊക്കെ അവർ പറഞ്ഞത്? എല്ലാ പാർട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കുറച്ച് കൂടുതലാണ്. എല്ലാവരും ഭയങ്കര അമിത്ഷാൻ്റെ അവിടെ നിന്ന്, അതായത് അമിത്ഷാൻ്റെ വിട്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന്. വലിയൊരു ഓഫീസറാണ് ആൾ വന്നിട്ട്. അപ്പോൾ ഞാൻ തന്നെ പിക്ക് ചെയ്ത് കയറി സ്റ്റേഷനിൽ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു आप तो BJP में ജോയിൻ करना है. ഞാൻ പറഞ്ഞു സാർ ഞാനില്ല. അങ്ങനെ ഒരു പാർട്ടിയായിട്ട് എനിക്ക് അങ്ങനെ കമ്മിറ്റ്മെൻ്റ് ഇല്ല. കാരണം എനിക്ക് ഡയറക്റ്റ് MP സ്ഥാനം നിങ്ങൾ തന്നാൽ ഞാൻ തീർച്ചയായിട്ടും വരും. എല്ലാ പാർട്ടികളും ഇപ്പോൾ കോൺഗ്രസ്സിന് ഇപ്പോൾ ഒരിക്കലും വിളിക്കാത്തതാണ്. മറ്റേ ഇവിടുന്ന് കൽക്കട്ടയിൽ നിന്ന് ദാസ് മുഷി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആദ്യം ആൾ കോൺഗ്രസ്സുകാരനായിരുന്നു. ആൾ MP ഒക്കെ ആയിരുന്നു. അപ്പോൾ ആളെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു എന്നോട്. പിന്നെ മാത്ര സാറ് വിളിച്ചിട്ട്. അതുപോലെ തന്നെ അടുത്ത വർഷത്തുനിന്നും ഷാഫ് സാറ് വന്നിട്ടുണ്ടായിരുന്നു. അവർ വിട്ടിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറിനെ അറിയാമല്ലോ ഞാനിവിടെ നിൽക്കില്ല എന്നറിയാമല്ലോ. അപ്പോൾ എനിക്ക് എല്ലാവരും വേണം. നമ്മുടെ ഫുട്ബോൾ കളിച്ച് കുറച്ച് പേരുണ്ട്, അത് കളയണ്ട, നമുക്ക് ഇങ്ങനെയാണ് നടന്നത്. പക്ഷെ എല്ലാ പാർട്ടിനും എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു പാർട്ടിയുണ്ട്, നമ്മുടെ മനസ്സിലേക്കുള്ളതാണ്. പക്ഷെ എല്ലാവരുമായിട്ട് എനിക്ക് എവിടെ ആരെടുത്ത് വേണമെങ്കിൽ കയറി ചെല്ലാം. അമിത്ഷാരെ അദ്ദേഹം വന്നിട്ട് എന്തൊക്കെയാണ് ഓഫർ ചെയ്തത് നിങ്ങളോട്? എവിടെ മത്സരിക്കാനാണ് ആവശ്യപ്പെട്ടത്? നിയമസഭയിലാണോ? അല്ല, ഇതിപ്പോൾ ഇലക്ഷൻ ഉണ്ടല്ലോ, അതിന് നിയമസഭ എന്നാണ് പറയാമല്ലോ. നിയമസഭയിൽ നിൽക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഏത് സീറ്റാണെന്നാണ് പറഞ്ഞത്? അല്ല, അത് സുരേഷ് ഏട്ടൻ പറഞ്ഞില്ലേ ഇത് ഇവിടെ തൃശ്ശൂർ നിൽക്കാൻ വേണ്ടിയിട്ട് അതെന്തായാലും നീ നിൽക്കണം. ഞാൻ ആ സാറെ അടുത്ത് പറഞ്ഞു സാർ ഇങ്ങനെയാണ്. പക്ഷെ എനിക്ക് ആൾ പറഞ്ഞ ഭയങ്കര ജെൻറ്റിൽമാനാണ് ആൾ. അപ്പോൾ ആൾ വലിയൊരു ഇലക്ഷൻ ഓൾ ഇന്ത്യ അതിൻ്റെ ഒരു വലിയൊരാളാണ്. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ എൻ്റെ കൊണ്ടുപോയി ബ്രേക്ക്ഫാസ്റ്റും ഞാൻ പിക്ക് ചെയ്തു. ആളൊരിക്കലും വിചാരിച്ചില്ല ഞാൻ പിക്ക് ചെയ്ത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ ആളുടെ ഒരു ജെനുവിൻ എന്താ വെച്ചാൽ ആളുടെ ഒരു പറയാണ് വിജയൻ ഓക്കെ ഇലക്ഷനിൽ നിന്നില്ലെങ്കിലും ഡൽഹി വരുമ്പോൾ വിളിക്കണം കേട്ടോ, ആ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുന്നുണ്ടോ എന്ന് പറഞ്ഞത്. അത് വലിയൊരു സന്തോഷം കേട്ടപ്പോൾ തന്നെ. LDF ആരൊക്കെയാണ് സമീപിച്ചത്? അല്ല, LDF അത് ഷഫ് സാർ എന്ന് പറയുമ്പോൾ ഞാനും ഷഫ് സാർ ഭയങ്കര ക്ലോസ് അല്ലേ. അപ്പോൾ ഷഫ് സാറിനെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷഫ് സാറിനെ അറിയാമല്ലോ, ഞാനങ്ങനെ ഇലക്ഷൻ എനിക്കറിയാം. ഞാൻ പറഞ്ഞ അവർ വിട്ടല്ലേ എന്തായാലും ചോദിക്കേണ്ട വിജയെന്ന്. അല്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സാറൊക്കെ വന്ന് എന്നോട് ഇങ്ങനെ പറയാം, നിൽക്കാൻ പറയാം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എന്താണ് പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു PT ഉഷയ്ക്ക് കൊടുത്തതുപോലെ, പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ കൊടുത്തതുപോലെ ഒരു രാജ്യസഭാ അംഗം തന്നാൽ സ്വീകരിക്കും? തീർച്ചയായും അവർ പാർട്ടി നോക്കേണ്ട കാര്യം. നമ്മൾ സ്പോർട്സിൻ്റെ ഇതിൽ ഇപ്പോൾ തരുകയാണെന്ന് ഇപ്പോൾ എനിക്ക് BJP ഭരിക്കുമ്പോഴാണ് പത്മശ്രീ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ BJP കാരനാവണമെന്നില്ലല്ലോ. സ്പോർട്സിനുള്ള MP കിട്ടിയാൽ നമുക്ക് സ്പോർട്സിന് എന്തിനും ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ല കാര്യമല്ലേ. അല്ല, അപ്പോൾ ഇത് ആ കാര്യം ആരോടെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ട് രാജ്യസഭ? ഞാൻ സുരേഷ് ചേട്ടനെ കൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചേട്ടൊരു കാര്യം ചെയ്യും, ഞാൻ ഇവിടെ തൃശ്ശൂർ വന്നപ്പോൾ പറഞ്ഞു ചേട്ടൊരു കാര്യം ചെയ്യും, ഇലക്ഷൻ നിൽക്കണ നോക്കണ്ട, നിങ്ങളുടെ ഡയറക്ടർ MP ഒന്നും ഞാൻ പറയാമല്ലോ, ഞാൻ അങ്ങനെ ഇതൊന്നും പറയില്ല, അല്ലെ പാർട്ടി നോക്കില്ല. ഇപ്പോൾ ആര് തന്നാലും എല്ലാവരും അടുത്തും ഞാൻ ഷാഫ് സാറ് വന്നപ്പോൾ പറഞ്ഞു സാറേ ഒരു MP സാറിനെ നിങ്ങൾ സ്പോർട്സിൻ്റെ ഇതിൽ തന്നോ ഞാൻ വരാം. പിന്നെ IM വിജയന് ജോലി വാങ്ങിച്ചു തന്നത് കരുണാകരനാണ്? തീർച്ചയായിട്ടും കരുണാകരൻ സാർ എൻ്റെ ലൈഫ് ചേഞ്ച് ആക്കി കരുണാകരൻ സാറാണ്. അതിന് ഒരു ഇതുമില്ല. IM വിജയൻ എൻ്റെ അറിവ് പ്രകാരം ആകെ ഒരു പാർട്ടിയിൽ ചേർന്നുള്ളൂ, DIC-യിലാണ്. ആ എല്ലാവർക്കും അറിയണതാണ് അല്ലേ. ആ മുരളി അത് കരുണാകരൻ സാറിനുള്ള കമ്മിറ്റ്മെൻറ്റാണ് മുരളിയേട്ടൻ അങ്ങനെ പറഞ്ഞ കാരണം പോയി ചേർന്നത്. ഇതുവരെ മറ്റൊരു പാർട്ടിയിലും ഇതുവരെ ചേർന്നിട്ടില്ല? ഇല്ലില്ല, തീർച്ചയായും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ലില്ല, ഒരു വട്ടം പൂച്ച ചൂടുവെള്ളത്തിൽ. അല്ല, പിന്നെ ജോലി വാങ്ങിച്ചെന്ന ഒരാളോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഇല്ല, അത് സാറിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണ്. കാരണം എൻ്റെ ലൈഫ് ഇപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ വന്നു നിൽക്കുന്നു കരുണാകരൻ സാറ് കാരണമാണ്. ഇനിയിപ്പോൾ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല ഇനി? തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഇവർ മനസ്സിലാക്കാത്ത കാരണമാണ്. പിന്നെ അവർ വിളിക്കണം, സ്വാഭാവികമായിട്ടും ചോദിക്കണല്ലേ. അപ്പോൾ വിജയന്റെ ഉള്ളിലുള്ള ആ രാഷ്ട്രീയം അത് പുറത്തെടുക്കണ്ട, അത് വോട്ടിൽ മാത്രം നിൽക്കട്ടെ. ഏതായാലും പൊതു നിലപാട് അത് വളരെ സ്വാഗതാർഹമാണ്. എനിക്ക് നമ്മളെ ഈ സ്നേഹം മതി എല്ലാവരുടെയും. അല്ല പിന്നെ വെറുപ്പ് ഒക്കെ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ഫ്രീ ബാഡാണ്, പുറത്ത് നടക്കണം. ആരെങ്കിലും പിന്നെ മറ്റേതെങ്കിലും രീതിയിൽ വന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല? അങ്ങനെയൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും. അയ്യോ, അതൊന്നും ഒരിക്കലും ഇല്ല.
അവർക്ക് അറിയണമല്ലോ, അവർ ചോദിക്കും ഇങ്ങനെ. അപ്പം നമ്മൾ പറയാൻ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏതായാലും IM വിജയൻ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി ആരും ഇതുമായി ബന്ധപ്പെട്ട് സ്നേഹത്തോടുകൂടി വന്നോളൂ, ഈ മത്സരിക്കാനുണ്ടോ എന്ന് ചോദിച്ചു വരരുതെന്ന വിനീതമായ അപേക്ഷയാണ് IM വിജയൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.